my channel. അങ്ങനെ സൗണ്ട് കേട്ടപ്പോ തന്നെ അവിടെ നിന്ന് തുടങ്ങി പുത്രൻ. അവിടെ പരസ്യം വന്നുകൊണ്ടിട്ടല്ല ഇവളുടെ ഒച്ചയും കൂടെ കേട്ടപ്പോഴത്തേക്ക് എന്നെ കൂട്ടാണ് കൂടാണ്ട് അവര് വ്ളോഗ് എടുക്കണോ അല്ലെങ്കിൽ എന്താണ് അറിയുന്നത്? ഇത് സവാള സ്ലിം ആയിട്ട് അവന് ഒന്നില്ലെങ്കിലും റിമോട്ട് ഇങ്ങനെ ടിവിയിൽ അപ്പാപ്പ അവര് ഇഷ്ടമുള്ള പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാർട്ടൂൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാർട്ടൂണോ അല്ലെങ്കിൽ എന്താണ് വേറെന്തോ സ്പെഷ്യൽ പാട്ടുകളൊക്കെ ഇഷ്ടം. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ണാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് കുക്ക് ചെയ്യും അല്ലേ? I say hi guys. I think it's an important call for you. കോൾ വന്നിട്ടിരിക്കട്ടെ. എബ്രോ നമ്മൾ ഇന്ന് എന്തുണ്ടാക്കണം മമ്മം? ഫിഷ് Grumpy. So grumpy he is today. വീഡിയോയില് നോക്ക് ഫിഷ് ഉണ്ടാക്കാൻ പോണതാണ് അമ്മ. എനിക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിനോട് പറയരുത്. But he is interested. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കാറില്ലേ നീ ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോ? ഇൻട്രസ്റ്റ് ഇല്ല. Why? You should not do that. അങ്ങനെ ചെയ്യരുത്. Yes. നമ്മളെപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. അതിനു മുമ്പ് ഞാൻ എന്നെ ട്രോളാലോ. എനിക്ക് എന്താന്നുള്ളത് എന്റെ വീഡിയോസിൽ ഇങ്ങനെ ചാടി ഇരിക്കാറ്. എന്റെ വീഡിയോസ് എടുത്തു തുടങ്ങാപ്പോ തന്നെ ഞാൻ എന്താ ഞാൻ എവിടെയാണ് ആ സാധനം. ഇപ്പൊ ഇന്നലെ ഫുള്ള് നമ്മുടെ ഡിസ്കഷൻ എന്തായിരുന്നു അറിയോ? സോനു ബിഗ് ബോസ് പോയ എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ആയിരുന്നു നമ്മളെ. സോനു ബിഗ് ബോസിൽ നല്ല രസമുണ്ട്. ഞാനപ്പോ എങ്ങനെ അങ്ങനെ ഒരു അഭിപ്രായം വേണ്ടി ഞാൻ എപ്പോഴും അഭിപ്രായം ചോദിച്ച് അവിടെ ചെന്നത് ആരുടെ അഭിപ്രായം പറയും. മറ്റു ഞാനും കൂടെ പോകണമെങ്കിൽ നല്ല രസമായിരിക്കും. അല്ല ഓക്കെ കളിക്കണായിരിക്കോട്ടെ. ഗെയിം കളിക്കുമ്പോഴത്തേക്ക് മറ്റു ഞാനും വേറെ കണ്ടസ്റ്റന്റ് കളിക്കണം. 2 ടീമിലായിരിക്കും. അപ്പൊ ഞാൻ മറ്റു അപ്പൊ ഇന്നലെ ബേബി രാവിലെ തന്നെ പോയിട്ട് നല്ല അയില കൊണ്ടാണിട്ടുണ്ട്. നമ്മൾ അയില കഴിക്കാതെ കുറെ ദിവസമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അയില കറി ആൻഡ് അയില പൊരിച്ചത് വെക്കാന്ന്. അപ്പൊ അയില കറി എന്റേതായ സ്റ്റൈലിൽ ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ഐ ഡോണ്ട് നോ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി ഇത് കണ്ടിട്ട് അയില കറി ഇങ്ങനെയാണോ എന്ന് ചോദിക്കരുത്. മുളകിട്ട് വെക്കാം. അതുപോലെ പലതരം ഇപ്പൊ ഞാൻ മുളകിട്ട് വെക്കാം. പക്ഷെ എന്റെ മുളക് സ്റ്റൈൽ അവരുടെ മുളക് സ്റ്റൈലായിരിക്കും. പോട്ടെ മശൂന്റെ മുളക് വേറെ ആയിരിക്കും. ഇവിടെ ചട്ടി കിടന്ന് എണ്ണ കിടന്ന് കായുണ്ട്. ഭയങ്കരമായിട്ട് കടുകിടണേ ഞാൻ. വെടിമരുന്നില്ലാത്ത കടുക്ക ചട്ടി ആയതുകൊണ്ട് ടൈം എടുക്കും. അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പെൺകുട്ടി ഇടാം. പറയല്ലേ മലയാളത്തിൽ ഉലുവ. പെൺകുട്ടി ഇടാന്ന് ഞാൻ കേട്ടു. ആരും കേൾക്കണം. പെൺകുട്ടി പെൺകുട്ടി. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഇതാക്കാം. ഓക്കെ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞു? ഇതിലുള്ള കറി ലീവ്സ് കുറച്ച് കഴുകിയെടുക്കണം. ഓക്കെ. കറി ലീവ്സ് കുറച്ച് അധികം എടുക്കണം. ബിക്കോസ് ഫിഷ് കറി ലീവ്സ് അധികം ഇടുന്ന നല്ലത്. മുട്ടിനോണ്ട് പൊട്ടി ഇന്ന് കുറച്ച് ചോളായി. വെതറിന്റെ ആണോ എന്താന്ന് അറിഞ്ഞോളാം. പെട്ടെന്ന് ചുമക്കാൻ തുടങ്ങി. വയ്യായികമ്മ കുറവാണ്. വരാറില്ല മാഷാഅല്ലാഹ്. അൽഹംദുലില്ലാ. പക്ഷെ ഇന്ന് വെതറിന്റെ ആണോ എന്ന് അറിഞ്ഞോളാം. സിയാം കറിയില്ലേ അവള് പഠിക്കണം. വെള്ളോട് ഇട്ടാ വെള്ളമുള്ള കൊണ്ടാണ് അങ്ങനെ പൊട്ടിയത്. പിന്നെ അതൊരു കാര്യം ഒരു കപ്പ് വെള്ളം കൂടെ കോരി വയ്ക്കി പറയണ്ടേ ഇതൊക്കെ. അടുത്തത് സവാള ഗിരിഗിരി. വൺ ഹാൻഡ് ആയത് കൊണ്ടിട്ട് പല മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാം ക്ഷമിക്കണം. ഓ ഇനി എന്തുണ്ടെങ്കിലും അത് പറഞ്ഞാൽ മതിയല്ലോ.
ഒരു കൈയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് 10 കൈ ഉണ്ടല്ലോ. 2 കൈ യൂസ് ചെയ്യാലോ. ആ അപ്പൊ ഒരു കയ്യിൽ എന്റെ മൊബൈലല്ലേ ഇരിക്കുന്നത്. അപ്പൊ നിന്നെ പോലെ തന്നെ ഞാൻ ഒരു കയ്യിലിരിക്കുന്നത്. എവിടെയായിരുന്നു വെച്ചറിക്ക് പറ്റിയെടുക്കാത് ഈ സൗണ്ട് കേൾക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അതാ ഞാൻ ഇന്നത് വിളിച്ചേ. അവിടെ മൂലയ്ക്ക് ഇരുന്ന് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും എന്റെ സ്പെഷ്യൽ മീൻ കറി എല്ലാവരും വെച്ച് ട്രൈ ആക്കിയിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്യും. പൊളിയായിരുന്നു. കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ മീൻ കറി. അത് ശരിയാണ്. അത് മിക്കവാറും ഉണ്ടാവൂല. അത് മിക്കവാറും ഉണ്ടാവൂല. 6 വർഷമായിട്ട് വെട്ടി മെഴുകുന്നുണ്ടല്ലോ. വെട്ടി മണക്കണം. എന്റെ ബേബി നോക്കുന്നാണ്. നിങ്ങൾ ഷെഫ് പൗഡറോ നിങ്ങൾ ഷെഫ് പൗഡറോ പന കൽക്കണ്ട കഴിക്കണം. ഇറ്റ്സ് ഗുഡ് വേണ്ട പേസ്റ്റ് ഇട്ടോ കൊള്ളൂല കറി. നമുക്ക് റോ ജിഞ്ചർ ചതച്ചെടുക്കാം. ചതിച്ചെടുക്കാറ് അതുകൊണ്ട. ആ ഫിഷ് ഇവിടെ ഫിഷ് കഴുകി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അയില കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനല്ലോ പൊരിച്ചതുണ്ട്. ഇപ്പൊ പൊരിച്ചിട്ടില്ലല്ലോ അതെന്താ അയില കട്ട് ചെയ്ത് പൊരിക്കുന്ന റെസിപ്പിയും കാണിച്ചു കൊടുക്കണം. ബിക്കോസ് എന്റെ പൊരിക്കൽ ഭയങ്കര ഒരു നല്ല പൊരിക്കലാണ്. എന്ത് പൊരിക്കൽ? Let's add some salt. സോൾട്ട് കൊണ്ടുവരാൻ വേണ്ടി അപ്പുറത്തെ ജില്ലയിൽ പോയാ. നമുക്ക് ലൈവ് ഇതിന് നിങ്ങളുടെ വ്ളോഗ് പോലെ ഒന്നുമല്ല. പൊട്ട വ്ളോഗല്ല. ഞാൻ എടുത്തു തന്നെ കാരണം കൊള്ളാം. നിങ്ങളെ വിളിച്ചൊരു വൈബ് പൊട്ടി. ഇതുവരെ അവൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ട് അവന് രാവിലെ തന്നെ ഒരു വൈബ് വേണം. സോങ് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിച്ച് നമ്മൾ വെടിയൊക്കെ വെച്ച് കളിച്ചല്ലേ. നമ്മൾ വെടിയൊക്കെ വെച്ച് കളിച്ചോ. എബു ഷൂട്ടാക്കുമ്പോ എങ്ങനെ ചെയ്യണേ? ടിഷ്യൂ ഡാഡ എവിടെ? എബുന്റെ ഡാഡ ഒരു ടിപ്സ് എനിക്ക് സ്വന്തമായിട്ട് അറിഞ്ഞതല്ല, എൻ്റെ മൂത്ത ആൾക്കാരൊക്കെ പറഞ്ഞാണ്. നമ്മൾ എന്ത് കറി വെക്കുമ്പോഴും ലൈക്ക് ദിസ് ടൈപ്പ് ഓഫ് കറി ഈ ഗസിക്കെന്ന് മുളക് കറി പിന്നെ ബീഫിൻ്റെ ഒക്കെ വെക്കുമ്പോൾ ടൊമാറ്റോ പിന്നെ സവാള എത്ര മെൽട്ടായിട്ട് ഇങ്ങനെ ഇതാവൂലേ ആക്കാൻ പറ്റും അത്ര ഇതാക്കി എടുക്കണം. അത്ര ഇതാക്കി എടുക്കണം. റോ ആയിട്ട് ഇരിക്കണം. ഫോർ സപ്പോസ് ഇപ്പൊ നമ്മൾ ചില്ലി ചിക്കൻ ചില്ലി ബീഫ് ഒക്കെ വെക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ റോ ആയിട്ട് ഇടണേ. ഇങ്ങനെ കൊറേ സ്മാഷ് ആക്കൂല. ആക്കി എടുക്കണം. എന്നാലും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കറി. അതാണ് അതിന്റെ സീക്രട്ട്. വേണം ചിക്കൻ ചില്ലി ബീഫ് അങ്ങനത്തെ കറിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് സോഫ്റ്റ് ചെയ്താൽ മതി. ബിക്കോസ് അതിലെല്ലാം ക്രിസ്പി ആയിട്ടിരിക്കണം. ക്യാപ്സിക്കംസ് ആവട്ടെ എല്ലാം കൂടെ വാരിയിട്ടിട്ട് ഇങ്ങനെയാണോ വെതറിന്റെ ആണെന്ന് തോന്നുന്നു. കുത്തിച്ചോമ കുളി കഴിഞ്ഞപ്പോ പോലെ തുടങ്ങിയത്. കുളി പിന്നെ ദിവസത്തിൽ ഒരു 4 പ്രാവശ്യം ഉണ്ടാവും. അതെന്തായാലും മുടക്കാൻ പറ്റൂല. എനിക്കിഷ്ടമല്ല ഈ ഡ്രസ് എന്നെങ്കിൽ ഇച്ചിരി ഇപ്പുറത്തുണ്ട് ഇച്ചിരി അഴുക്കായാലും ജസ്റ്റ് തുടച്ച് വിടാൻ എനിക്ക് തോന്നൂല. ഐ ഫീൽ വെരി അൺകംഫർട്ടബിൾ ഐബ്രോന്റെ കാര്യത്തിൽ. ഇച്ചിരി എന്തെങ്കിലും ആയാലും ഞാൻ മാറ്റും. എന്തെങ്കിലും മെഡിസിൻ കൊടുത്തിട്ട് ഡ്രസ്സിലായാലും മാറ്റും. കുറെ പ്രാവശ്യം ഒരു ബക്കറ്റ് ഡ്രസ് ഉണ്ടാവും ഡെയിലി ഉണ്ട് അല്ലേ. ഇപ്പൊ സോന് ചതിച്ചോണ്ടിരിക്കുക. ഗാർലിക് ചതിച്ചോണ്ടിരിക്കുക. എത്ര എടുത്ത് ഈ ചതിച്ചിടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി. സോനു ചതിച്ചു. കുറച്ചുകൂടെ കോക്കനട്ട് ഓയിൽ ഞാൻ ഒഴിക്കണേ.
ഐറ്റം തരാം, നീ അത് കൊണ്ടുപോയി കളിച്ചോ. കൊണ്ടുവോ ഗോ. ക്ലീൻ പണ്ണ് ബോൾ കൊണ്ടുപോവാ, പോയിട്ട് ഉമ്മിക്ക് ബോൾ കൊണ്ടുപോവാ. ഓക്കെ എന്താ ബമ്പൂട്ടാനെ എല്ലാവർക്കും അവരുടെ പിള്ളേര് നല്ലതാന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ എനിക്ക് ആയിക്കോട്ടെ. ബേബിക്കൊന്നുമില്ലേ വിശേഷങ്ങൾ പറയാൻ? എനിക്കെന്ത് വിശേഷം? എനിക്കൊരു വിശേഷമില്ല. ഓക്കെ, ഇതിന് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്രഷ് ആരോമ നമുക്ക് കിട്ടണത്. പേസ്റ്റ് ഇടുമ്പോൾ ചിലപ്പോൾ മടിയാവും. ഒരു അടുപ്പിനെ നോക്കി കിച്ചണിൽ ഇങ്ങനെ തലടിച്ചോളൂ അവിടെ. എല്ലാവർക്കും അറിയാമല്ലോ, ബേബീസിന് കിച്ചണിന്റെ എന്തെങ്കിലും ഐറ്റംസ് അങ്ങനത്തെതൊക്കെയാണ് അവർക്ക് വേണ്ടത്. ട്രൈ അല്ലേ ഓപ്പൺ ആക്കാൻ. ഇപ്പൊ കണ്ടില്ലേ നല്ലോണം വാടിയത്. അങ്ങോട്ട് പോയി കളിച്ചോ മോനെ. ഗ്യാസിന്റെ അടുത്ത് നടക്കുന്ന നോക്കി കിച്ചണില് കാൽ പൊക്കിയിട്ട് കൈ ഇറങ്ങണ്ട, കൈകാലും ഇറങ്ങണ്ട. സ്ലോലി കൈ തുറക്കാൻ നോക്കണേ, പക്ഷെ അത് പണിയാവും. ഗൈസ്, ഇപ്പത്തെ ഒരു സീസണില് എല്ലാരും വീട്ടിലുള്ള ഒരു മെയിൻ പ്രശ്നമാണ് എന്താണ് സോനു? ഇതിപ്പോ എല്ലാ വ്ളോഗിലും പറയണ്ടല്ലോ ഈച്ച. കറക്റ്റ് ഈച്ച പറഞ്ഞപ്പോ തന്നെ ഇതിന്റെ വായിന്റെ സൈഡിൽ വന്നിരുന്ന് നമ്മള് പെരുന്നാളിന്റെ വ്ളോഗിലൊക്കെ പറഞ്ഞല്ലോ. ഞാനിങ്ങനെ മറ്റേ ഈ ക്ലോ ഉണ്ടല്ലോ, പൂവുള്ള സാധനം, കറിയാമ്പൂ ഇട്ട് വെള്ളം തിളപ്പിച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അങ്ങനെ വെള്ളം, അങ്ങനെ ഒരു ഹാക്ക്. പിന്നെ ഡെറ്റോള്, കംഫോർട്ടും കുറച്ച് വിനാഗിരി അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഉടച്ചു നോക്കി. അങ്ങനെ വെള്ളം ഒന്നും കുഴപ്പമില്ല. പിന്നെ ആ ഷീറ്റ് വെക്കുമ്പോ എല്ലാം ഒട്ടിപ്പിടിച്ച് ചാവണുണ്ട്. ആദ്യം മേടിച്ച ഷീറ്റ് നല്ലതായിരുന്നു, രണ്ടാമതൊന്നും ഷീറ്റ് കൊള്ളൂല. അപ്പൊ ആദ്യത്തെ പോലത്തെ ഷീറ്റ് കിട്ടണം, നല്ല കട്ടിയുള്ള ഒരു ഷീറ്റായിരുന്നു. അപ്പൊ എന്റെ ഇടയ്ക്ക് വേറെന്തോ പറയാമോ? ഈച്ച പറ. ഈച്ച പൊന്നീച്ചതാ ബെൽത്താ അല്ലല്ല, കുഞ്ഞ പൊടിയീച്ച. ബേബിയുടെ കോമഡി. ബേബി എന്തെങ്കിലും അർജന്റായിട്ട് സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനായിരിക്കും ഫോണില്, എന്തെങ്കിലും അയക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോഴാണ് ഈ ഈച്ച അവിടെ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ച പോലെ ബേബിയുടെ മേത്തിരിക്കാൻ പോകണം. ബേബിക്ക് ഈച്ച ഭയങ്കര ഇഷ്ടമായത് കൊണ്ടിട്ട് ഭയങ്കര നമുക്ക് ഈച്ചത്തോരൻ വെക്കാം. എല്ലാ ഈച്ചെല്ലാം കൂടെ പിടിച്ചിട്ട് തോരൻ വെക്കാം. ഇന്നലെ അങ്ങനെ വിചാരിച്ചു, ബിക്കോസ് അത്ര ഈച്ചുണ്ടായിരുന്നു. കൈ ഇറങ്ങണ്ട, അതിന്റെ ഇടയിലൊക്കെ കൈ വെച്ചിട്ട് അടക്കരുത്. ഇല്ല എന്ത് വെച്ചില്ല പെണ്ണ, എന്താ വെച്ചാല് ഞാൻ അവിടെ തുടച്ചതല്ല, അപ്പൊ ഒരു സാധനം ഇല്ലായിരുന്നു ഇവിടെ. അപ്പൊ ഇതിന്റെ വിചാരം ഞാനിങ്ങനെ വെച്ചപ്പോ ഫിഷ് ഇതില്ലേന്ന് അത് തിരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ തിരിച്ചു വെച്ചിട്ടുണ്ടാവും. കിളിയായിരിക്കും ബേബി എന്നെ വിളിക്കണ തന്നെ, കിളിയെ കിളിയെ തിരിച്ചു വെച്ചിട്ടായിരിക്കും പറയണം. ബേബിയുടെ കയ്യില് ക്യാമറ ആണെങ്കിൽ ബേബിയുടെ കോൺസെൻട്രേഷൻ മൊത്തം എബ്രുന്റെ സൈഡ്. പിന്നെ അവന് വല്ല കൈയുടെ അതിന്റെ ഇടയിൽ വെച്ച് അടക്കണ്ടെന്ന് പല പോലെ നോക്കണുണ്ട്. കൈയുടെ പോയി മുളക് മഴ പെയ്യണ പുറത്ത് വിചാരിച്ച് ബിസി ഇങ്ങനെ വർക്ക് ഉണ്ടെങ്കിൽ സോനു പാവനെ കൊണ്ടുപോകും. പേടിക്കണ്ട, കത്തൂല, നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. 6 വർഷമായി വെക്കുന്നത്. എന്റെ കൈ വല്ലം ഇതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. വെച്ചെന്ന് പറയാനല്ലേ, മഞ്ഞപ്പൊടി ഇട്ട്, ആദ്യം മുളക് പൊടി ഇട്ട്, മഞ്ഞപ്പൊടി ഇട്ട്, പെപ്പർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ടാൽ മതി കേട്ടോ, ഓപ്ഷണൽ. ഞാൻ എപ്പോഴും കുറച്ച് ഫിഷ് മസാല എന്താണ് നീ കുറച്ച് ഫിഷ് മസാല ഇടാറുണ്ട്.
പക്ഷെ now it's not available. അതുകൊണ്ട് കുറച്ച് ഗരം മസാല ഇട്ട്, അതുകൊണ്ടല്ല ഇട്ടത്, ഗരം മസാല അല്ലെങ്കിൽ ഇടാറുണ്ട്. അഡീഷണലി ഇത് ഞാൻ ആഡ് ചെയ്യുന്നത് ഫിഷ് മസാലയാണ്. ദാറ്റ്സ് നോട്ട് ദേർ നോ. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ല ഫിഷ് മസാല ആണെങ്കിൽ യു ഗൈസ് ആഡ്. ഞാൻ ഓഫ് ആക്കട്ടെ ബിക്കോസ് ഭയങ്കര ഡിസ്റ്റർബൻസ്. എന്താണ് അത്? മല്ലി, ഓ യു നോ എവരിതിങ്. മല്ലിപ്പൊടി. Big boy. ഏത് കറി വെക്കണം നമുക്ക് കണ്ടാൽ നിങ്ങൾ നെറ്റും ഗൈസ്. എന്റെ കൈ വന്നാറും കൊള്ളാം. അങ്ങനെ പറയുമല്ലോ, ഫിഷ് കറി കൊള്ളാന്ന് പറഞ്ഞാൽ പറയുമല്ലോ. ഓ ബൈസെപ്പ് ട്രൈസെപ്പ് ഒക്കെ കാണിച്ചു. ഒരാള് വർക്കൗട്ട് തുടങ്ങണം, റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് കുറെ ദിവസങ്ങളായി ഗൈസ്. ഓരോരോ കാര്യത്തിൽ ബിസി ആയിപ്പോണ്ടേ. ഓ എന്ത് രസം ഇപ്പൊ നാച്ചുറൽ ഹെയർ, നാച്ചുറൽ ചെമ്പൻ വൈറ്റ് ഒക്കെ മിക്സ് ആയിട്ട് നല്ല രസമുണ്ട്. 6 വർഷമായിട്ട് ഫേക്ക് കണ്ടോണ്ടിരിക്കുന്ന ഞാൻ. അങ്ങനെയല്ല, എനിക്ക് ഈ ഒരു നാച്ചുറൽ കളർ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. മിക്കപ്പോഴും കളർ ചെയ്യാറുണ്ട്, ബ്ലാക്ക് കളർ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് 2 കല്യാണം 4 അങ്ങനെയല്ല, ഞാനതിന് അങ്ങനെ ഉദ്ദേശിച്ചു അല്ല. ഞാൻ കളർ ചെയ്യണത് എന്റെ ഒരു സെൽഫ് കോൺഫിഡൻസ്. എനിക്ക് അതായിരിക്കും ബെറ്റർ ലുക്ക് ഗുഡ്. എന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഈ ചെമ്പൻ കളർ, ഗോൾഡൻ കളർ, ബ്ലാക്കും കൂടെ മിക്സ് ആണ്. മീശൻ താടി ഒക്കെ, മുടിയോ ഇതല്ലോ മുടിയൊക്കെ എനിക്ക് ഈ ഒരു പോർഷൻ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ നല്ല ക്യൂട്ടാണ്. അവിടെ ഇപ്പൊ വൈറ്റും കൂടെ ഇതെന്താ? ഓ അല്ല, നമുക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിക്കാനുണ്ട്. അവന് ഇവളെ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ തുടങ്ങാന്ന് അവര് പിടിക്കില്ല. അപ്പൊ തന്നെ തുടങ്ങും. അടുത്തിരിക്കരുത്, ഒന്നും പറ്റൂല. അവിടെ അപ്പൊ തന്നെ അവിടെ കയറിയിരിക്കും. അത് നമ്മുടെ വ്യൂവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. എപ്പോഴും നിങ്ങളെ പോലെയാണ്. നിങ്ങൾക്കാണ് സപ്പോർട്ട്. ഇതല്ലേ നിങ്ങൾ ക്യാമറ പിടിക്കലേ. ഞാൻ പിടിച്ചോ പിടിച്ചോ. കരിയണ്ടി പെട്ടെന്ന് അടി പിടിക്കണം. ചൂടുള്ള ഒഴിക്കണം ഗൈസ്, അങ്ങനെ തണുത്ത് ഒഴിക്കണം കേട്ടാ. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലേ? അതിരിക്കട്ടെ, ഞാൻ ചൂടുള്ള അമ്മ വെച്ചിട്ടുണ്ട്. ആ ടൈം ടേക്കിംഗ് മെയിൻ എന്താണ് ബേബി? ഫിഷ് കറിക്ക് മെയിൻ എന്താ? ഫിഷ് കറിക്ക് മെയിൻ എന്താണ്? ഫിഷ്. പിന്നല്ലാണ്ട് ഫിഷ് കറിക്ക് മെയിൻ ഫിഷ് അല്ലേ? അതല്ലാണ്ട് പുളി, കുടംപുളി. നമ്മുടെ വീട്ടില് കുടംപുളി എടുത്ത് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പുളി ഇടും? വാളംപുളി. വാലുംപുളി അല്ല, വാളംപുളി. ഇന്നലെ ആട്ടിട്ട അപ്പുറത്ത് ആട്ടിട്ട. ഈവനിങ് നമ്മളെപ്പോഴും അങ്ങോട്ട് പോവല്ലോ, എപ്പോഴും സെഗിനൊക്കെ കളിപ്പിക്കാം. അപ്പൊ ഇറ്റ് വാസ് റെയിനിങ്. അപ്പൊ ഞാൻ ആന്റിയുടെ പറയണേ, ആന്റി മഴ വന്നോണ്ട് നമ്മൾ പോടരുത്. മഴ വന്നോണ്ടല്ല മഴ. ലാസ്റ്റ് വണ്ടി ഇതിന്റെ മോൻ കാണണം. എന്താ പറയണ അതിന്? അങ്ങനെന്തോ പേരുണ്ട്, കോഴിക്കോട് സ്പെഷ്യൽ ആണ്. അജിത്ത വരുമ്പോ കൊണ്ടുവന്നത്. എനിക്ക് കറികളൊക്കെ കൂടുതൽ ഇങ്ങനെ വെള്ളം ആക്കണ ഇഷ്ടമല്ല, കുറുക്കിട്ടുള്ള കറികളാണ് എനിക്കിഷ്ടം. ഇപ്പൊ ഇത് വെള്ളം പോലെ തോന്നും, പക്ഷെ അത് കുറുക്കി വരും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാൻ ആവശ്യമുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ചൂടാവുന്ന വെക്കണാണ്. ആ ടൈമിൽ അതൊന്നും സെറ്റ് ആവട്ടെ. ജസ്റ്റ് വാഷ് ആക്കിയിട്ട് 3 പീസ് ഇട്ടിട്ടുണ്ട്. ഓവർ പുളി ആവണമെങ്കിൽ നമുക്ക് മാറ്റാം. ഗൈസ്, അങ്ങനെ ഞാനില്ലേ ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ചൂട് തളിച്ച് കുരുങ്ങി ആയ നോക്ക്
അതും പറ്റിപ്പോയി, ഗ്യാസ് സിലിണ്ടറിലെ ഗ്യാസും പറ്റി. അങ്ങനെ ആവണം, എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സീ ദിസ് പീസ് നമുക്ക് ഫ്രൈ ആക്കാം. പീസ് ആക്കിയതില്ലേ, നമുക്ക് കറിയിലിടാം. ഞാൻ ചാറനുസരിച്ചാണ് അത്ര ഇട്ടത് പീസുകൾ. സോളന്നല്ലേ എപ്പോഴുള്ളത്, സോളനുണ്ട് ചാറ്. അതായത് ഫ്രൈ കൂടുതലാക്കിയിട്ട് ഇത് കുറക്ക്, നല്ല ശരിയാവുള്ളൂ. പിന്നെ എന്റെ ചാറില് ഭയങ്കര വൈറാഗ്യമാണ്. ചാറ് വൈരാഗ്യം രസം. ചാറ് വേണം, ഇതൊരു നേരത്തേക്കുള്ള ചാറ് ഉള്ളൂ. ടേസ്റ്റ് ഒരു ഉണ്ടാവില്ല. സൈഡിൽ മാത്രം എടുത്ത് കഴിയുമ്പോ വെയിറ്റ് കുറയാൻ പോലും എല്ലാം കൂടെ താഴ്ത്തി. നിനക്ക് ബുദ്ധി കൂടുതലാണ്. സ്ഥലം എവിടെ? ബാംഗ്ലൂരാ. ബാംഗ്ലൂരു മതിയോ? വേണോ? അത് മതി. ആരും ഫ്രൈ ആണ് എല്ലാവർക്കും വേണ്ടത്, ഡിമാൻഡ്. പക്ഷെ ഈ ഇത്ര ഫ്രൈ ആക്കോ നമ്മളെല്ലാം ഒരു ദിവസം? ഫ്രൈ ഒക്കെ പെട്ടെന്നില്ല, ഒരു ദിവസം അല്ല, വേണ്ട പോലെ. ചാറില്ലാത്ത പക്ഷം ഇല്ലാത്ത കക്ഷം ഞാൻ വെറും മോര് കാച്ചാൻ ഞങ്ങൾക്ക് ഇതാക്കാം. ബീൻസ് ഉലത്ത് ചാർ ആൻഡ് ഫ്രൈ മതി. മോര് ഇരിക്കട്ടെ, എനിക്കറിയാം ചകയൂല. വെള്ളം വിടും. ഓക്കെ, ഞാൻ വെള്ളം ഒഴിക്കട്ടെ, ചൂടുവെള്ളം ഒഴിക്കണം. വേണ്ട, ഒരുപാട് അതിന്റെ ടേസ്റ്റ് കൂടി. അല്ല, കുറച്ച് മോര് കാച്ചാ. കാച്ചിക്കോ, ഇഷ്ടല്ലേ? എനിക്ക് സമാധാനമില്ല. കുറച്ച് മതിട്ടാ, എന്നെ കൺജ്യൂസ് നിങ്ങൾ എത്ര 10 പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ എന്തെങ്കിലും പിശുക്ക്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പിശുക്കാണ്, ടേസ്റ്റ് ഉണ്ടാവൂല. നമ്മൾ ഏതായിട്ടും നിങ്ങൾ കുറെ ഉണ്ടാക്കി നോക്ക്, ഇറ്റ്സ് വേസ്റ്റ്, ടേസ്റ്റ് ഉണ്ടാവൂല. അത് ഇച്ചിരി ഉണ്ടാക്കിയത് ഇങ്ങനെ എല്ലാവർക്കും തികയാണ് കേട്ടാ. എന്റെ വാക്ക് ചിലപ്പോൾ മണ്ടത്തറയായിരിക്കും. കുറച്ച് പേര് അല്ലെങ്കിൽ നാളെ രാവിലെ കലക്കുണ്ടാക്കി വെച്ചാൽ പറയാൻ പറ്റൂലേ, തീരണ്ടേ? മോരുകൂട്ടിയതും ഒഴിക്കണോ നിങ്ങൾ പറ? വേണ്ട, ഇത് വേണ്ട, കുറച്ച് ഗസി ഇങ്ങനെ നക്കി നക്കി ഫ്രൈക്കുള്ള മസാല ഞാൻ എന്റെ സ്പെഷ്യൽ ഫ്രൈ കാണിച്ചു കൊടുക്കട്ടെ. സ്പെഷ്യൽ ഫ്രൈക്കുള്ള ഫിഷ് മസാല എടുത്തായിരുന്നു. ഓക്കെ, നേരത്തെ നമുക്ക് കറിക്കിടാൻ ഫിഷ് മസാല ഇല്ലായിരുന്നു, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് ഗോഡ്. ചില്ലി പൗഡർ എടുക്കും. നിങ്ങൾ ചിലപ്പോൾ ഇത്ര ചില്ലി പൗഡറൊക്കെ ഇടൂലായിരിക്കും, ഞാൻ ഇടും. മഞ്ഞപ്പൊടി. ബൈ ദ വേ, ഒച്ചപ്പാടൊന്നും കേൾക്കാനുള്ള എൻ്റെ പുത്രനെ ഉറക്കിട്ട് വന്ന് എന്താന്ന് അറിഞ്ഞൂടാ, ഇതുവരെ ഇല്ലാത്ത ചുമ ഇന്നാണ് ഇത് തുടങ്ങിയത്. എനിക്ക് തന്നെ ടെൻഷനായി, ഭയങ്കര കുത്തിച്ചുമ. സേഫ് ചുമ അവനെ ഓർക്കുമ്പോ ഒരാൾ ചൊഞ്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോ അവന് അങ്ങനെ ആയിരിക്കോ? പെപ്പർ പൗഡർ ഇതന്നെ പണിയതാ, എനിക്ക് ഭയങ്കര ഇഷ്ടം മഴ പോലെ. പക്ഷെ അതല്ല, ഞാൻ കുറച്ച് വെയിലുണ്ടപ്പോ കുറച്ച് തുണി ഇട്ടാലാന്ന് വിചാരിച്ചു. എനിക്ക് ആ ടെൻഷനേ ഇല്ല, ഞാൻ സ്റ്റാൻഡെല്ലാം ഉണക്കണം. അല്ല, ഞാൻ ടെറസിലിരുന്നാലും കുറച്ച് കരിങ്ങനെ വീണു. ഇതിപ്പോ ഇത്ര മസാല പക്കടി രാവിലെ ആകുമ്പോഴത്തേക്ക് സുഖമായിട്ട് പോയി. ഈസി ഗോയിങ്. എന്താണ് ചെയ്യാൻ പോണത്? തേങ്ങയൊന്നും ഇല്ലാതെ അതിന് അത്ര ഉപ്പ് നിങ്ങൾ കണ്ടതുകൊണ്ട് ഇന്ന് ചിലപ്പോ ബേബി പറയും ഉപ്പ് കൂടിയുണ്ട്. ഞാൻ എപ്പോഴും അത്ര ഇടാറുണ്ട്. അത്ര ഇട്ടാല് ഫിഷ് ഫ്രൈ പിന്നെ ബിരിയാണി ഒക്കെ ചെയ്യുമ്പോൾ ഒരു റൈസ് ഉപ്പ് കൂടുതൽ ഇടണം, എന്നാലേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവരും കൺഫ്യൂഷൻ ആയിട്ട് അവരുടേതായ ഒരു റെസിപ്പി. അതിനുവേണ്ടിയല്ല ഗൈസ്, ഇത് വെറും മോര് കാച്ചാലാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ കൂട്ടാറുണ്ടോ ഇങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിന്റെ ഇടയിലാണ് ഫിഷ് കറിയുടെ ഇടയിൽ മോര് കാച്ചിയത്. ഇത് ജസ്റ്റ് നമ്മൾ കട്ടത്തൈരോ പുളിച്ച തൈരാണെങ്കിൽ അത് എടുക്കണം, ഭയങ്കര പുളിയായിരിക്കും. അതായത് മറ്റേ കട്ടത്തൈരാണ്. അപ്പൊ അതെടുക്കുക, മഞ്ഞപ്പൊടി ഇടുക, ഉപ്പിടുക, പിന്നെ ഒന്നുമില്ല. നമ്മുടെ ഉള്ളി, ഇത് ഇന്ദുമുളകാണ്, ഉണക്കമുളക്, കടുക്, വേപ്പിലയൊക്കെ മൂപ്പിച്ചിട്ട് ഇതങ്ങനെ തട്ടുക, തിളപ്പിക്കരുത്, അത്രേ ഉള്ളൂ. ഈസി മോര് കാച്ചിയത്. മിക്സിയിലിട്ട് അടിച്ചിട്ട്
മിക്സിയിലിട്ട് വേണമെങ്കിൽ ഇടിച്ചാൽ മതി, ഒന്ന് സ്മൂത്ത് ആവും. അല്ല ഞാൻ ഇങ്ങനെ അങ്ങനെയല്ല പറഞ്ഞു, എങ്ങനെ വെച്ചാൽ വേണമെങ്കിൽ ഇടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് വെറുതെ ഉടച്ചിട്ട് ഇട്ടാലും മതി. ഞാൻ കുറച്ചുകൂടി നല്ല സ്മൂത്ത് ആയിരിക്കട്ടെ. നല്ല മഴ പെയ്യുന്നില്ല പുറത്ത്, അടിപൊളി. എനിക്ക് മഴ പെയ്യാൻ ഇഷ്ടം. അവിടെ ഇല്ല വീട് തന്നെ പൊളിക്കാൻ നല്ല മഴ. ഫോണും കൊണ്ട് മഴയൊന്നും തന്നെ പോയില്ല. അതെന്റെ ഫോണാണ്. ഓ പക്ഷെ എന്റെ ഫോൺ നനച്ച് അത് അടിച്ചു പോകുന്നു. കേട്ടാ 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 കേട്ടാ. ഓ ഫ്രണ്ടിലൊന്നിപ്പോ മഴ കുറഞ്ഞു. പക്ഷെ ആ സൈഡിൽ നല്ല മഴയായിരുന്നല്ലോ. പോയി ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ മഴയത്തൊക്കെ ഈ പൂവ് വൈറ്റ് ഫ്ലവർ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പം വെച്ചോണ്ട് മഴയത്തൊക്കെ പോകുന്നു. നേരിട്ട് നല്ല മഴയുണ്ട്, വീഡിയോയിൽ അത്ര കാണുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നു ബിക്കോസ് അയിലായതുകൊണ്ട് നമുക്ക് അധികം വേവിക്കണ്ട. ഫൈനലായിട്ട് നമുക്കൊരു ഡെക്കറേഷൻ ഇതിട്ട് കൊടുക്കാം, ഇങ്ങനെ പച്ചക്ക്. എന്നിട്ട് ഈ ചട്ടി ചൂടുണ്ടാവുന്നു. എവിടെയാണ് നമ്മുടെ ഫ്രൈക്ക് വേണ്ടിയുള്ള മസാല ഒക്കെ എടുത്ത് കുഴക്കം പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. സോന് മഴ കാണിക്കാൻ വേണ്ടി പോയത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലിട്ട് നമ്മളില്ലേ നല്ല കറിയായിരിക്കും. ഈ ഇതിട്ടിട്ട് ഇളക്കിയാൽ ഫിഷ് പൊടിഞ്ഞു പോകുമല്ലോ. അതായത് കയ്യിലിട്ട് ഇളക്കാണ്ട് അങ്ങനെ ഇളക്കി മേത്ത് കൊട്ടു. എനിക്കും അറിയില്ലായിരുന്നു, എന്റെ ഹിന്ദി ആൾക്കാരൊക്കെ പറഞ്ഞു പോകും. കാരണവന്മാരായിട്ട് പറഞ്ഞു ബേബി. നല്ല പുളി ഉപ്പൊക്കെ ഞാൻ നോക്കി, നല്ല കിടിലമായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാൻ പോകണം കേട്ടാ. നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഇടാം, തൂകാം. പക്ഷെ ഞാൻ ഓവറാക്കാനുള്ള വെളിച്ചെണ്ണ. നേരത്തെ അതിന്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ചട്ട കൊടുത്തിട്ട് എന്റെ വായിൽ ചുണ്ടത്ത് വെച്ചത് പൊള്ളിട്ട് മൂടി വെച്ചോ. അപ്പൊ അടിപൊളിയായിരിക്കും. അത് മൂടി വെക്കും. മൂടി വെച്ച് ദമ്മിലിരുന്ന് അടിപൊളി. എന്താ എന്താണ് മൂടിയത്? കുറച്ചും കൂടെ ഒന്ന് ടൈറ്റിൽ ദമ്മിലിരിക്കട്ടെ, എന്നിട്ട് നമുക്ക് മാറ്റാം. മതി മതി, ഇതിന്റെ കൂടെ പോയിക്കോളിയാറ് മതി. ഞാൻ കണ്ടിട്ടില്ല ഇന്നവരെ പോത്താറുണ്ടോ? ഇവര് വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെന്ന് എന്നിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഞാൻ മസാല ചെയ്യാൻ പോണേണ്, ബിക്കോസ് ഫ്രിഡ്ജിൽ വെച്ച് നാളെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി നോട്ട് ഗുഡ്. അതുകൊണ്ട് ഇത് ഞാൻ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. ഏയ് നോ കൺഫ്യൂസ് ആക്കല്ല, അത് കറിക്ക് മാത്രം. അതന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പെപ്പർ മസാല, പെപ്പർ പൊടി, ഗരം മസാല, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വിനേഗർ. ഈ ചെല്ലത്ത് മാറ്റിക്കോളണ്ട, ഈ സാധനത്തെ ഇവിടെ കറങ്ങണ കുറെ നേരം. ഞാൻ പറഞ്ഞില്ലേ എല്ലാ വ്ളോഗിൽ ഞാൻ പറയുന്നതിന്റെ മെയിൻ റീസൺ കണ്ണ് കിട്ടിയിട്ടെങ്കിൽ അത് പൊക്കോട്ടെ. ഇത് ഒരു സ്പൂൺ ഫിഷ് മസാല. ഓക്കെ, ഫിഷ് മസാല ഇടുമ്പോൾ അത് ഇച്ചിരി ഇട്ടോളൂ ഫ്ലേവറിന്. അതിൽ ഫിഷ് അവർ ഇട്ടിട്ടുണ്ടാവൂലേ, എന്നാലും നമുക്കൊരു വിശ്വാസം അതിടുമ്പോൾ ഒരു ഫിഷിന്റെ ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഞാൻ മെയിൻ ആയിട്ട് ഇടുന്നത്
ടൊമാറ്റോ. ഇതാരും ഇടുന്നുണ്ടാവൂല. ഇതെന്റേതായ ഒരു എന്താണ് കണ്ടുപിടുത്തം. ടൊമാറ്റോ ഇടുമ്പോ കുറച്ചും കൂടെ പഴുത്തിട്ട അത്രയും നല്ലതായിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുമ്പോ എപ്പോഴും ടൈറ്റ് ആയിരിക്കും. എന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കും. ബിക്കോസ് പുറത്ത് വെച്ചാൽ ചീഞ്ഞു പോകും. വെറുതെ ടൊമാറ്റോ ചീപ്പിക്കണം. സ്വർണത്തിന്റെ വിലയാണ് ഇതിനൊക്കെ. ജസ്റ്റ് ഇങ്ങനെ മുറിച്ചിട്ട പോരാ. അച്ചാറ് ഓട്ടിടും. പിള്ളേരൊക്കെ ഉള്ള അമ്മമാരൊന്ന് സൂക്ഷിക്കുക. ഇതൊക്കെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് നല്ലോണം ഹാൻഡൊക്കെ വാഷ് ചെയ്യണം. ഇതെന്തിനാ ഇത് വെച്ചേക്കണം? വെറുതെ ഒന്ന് കത്തി പണ്ടാറടങ്ങി പോണത് കുറെ നേരമായി. ഞാൻ ആരേക്കണേ ഈ ചട്ടി കടിയാണ് മണം തന്നെ. ഇങ്ങോട്ട് വരും. ഈ ഇതൊക്കെ ഇതില്ലേ അതിലോട്ട് ഇങ്ങനെ നെരട്ടിങ്. ഓക്കെ, സ്പൂണൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലാക്കി ചെയ്യാനൊക്കെ പറ്റും. ബട്ട് അതിന്റെ ജ്യൂസ് അതിലോട്ട് പോകൂല. മഷുവിന്റെ കൈ ഇല്ലാതെ അതിനൊരു ടേസ്റ്റ് കിട്ടില്ല. കൈന്റെ വളന്റെ മോതിരൊക്കെ കാണിക്കും. ഇത് വേവിച്ച് അതുകൊണ്ട് ഇട്ട് കയ്യിലോ കഴുക്കിലോ ഒന്നുമില്ല. ഗത്തിയില്ലാത്ത പോലെയാണ് നടക്കണത്. യൂഷ്വലി ആയിട്ട് ആരില്ല. ഞാൻ ഇത് പിന്നെ റഫ് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഭയങ്കര ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ പറയൂ മൂറുകറിയാണ് വെക്കണം. അല്ല, തേങ്ങ ഇല്ലാതെ തന്നെ താളിച്ചെടുക്കണം. നമുക്ക് ഈ മോറുകറി ഇഷ്ടം. ഞാൻ പറഞ്ഞു ആക്ച്വലി ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. മോറുകറി മീനിന്റെ അഗസി അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഞാനൊരു പിടിപ്പിടും. ഇനി ഈ മസാല ഒക്കെ ഒന്ന് ഓക്കെ. ഇതുവരെ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, വെള്ളം നിറച്ചുണ്ടോ മഴ വെള്ളം. ഇന്നലെ ആന്റിന്റെ അടുത്ത് പറയാം, ആന്റി മല വന്നോട്ടെ അപ്പൊ പോണേ മഴ വന്നിട്ട് കടയിട്ടാ ആരോട് തേച്ച് വിട്ടിട്ടുണ്ട്. എല്ലാം ഇടുന്നുണ്ട്. ഇപ്പൊ ഇച്ചിരി കൈവെള്ളം തെളിച്ചു. കൈവെള്ളം തെളിച്ചു. ഞാൻ മാക്സിമം മലയാളം വേർഡ്സ് യൂസ് ചെയ്യാൻ നോക്കും. പക്ഷെ തെറ്റും ഇവരെന്നെ ശരിയാക്കും. നല്ലത്. പക്ഷെ അങ്ങനെ ശരിയാക്കണം. പ്ലേറ്റിൽ 1 by 1 ഞാൻ മസാല ചെയ്തിട്ട് ഇതെല്ലാം മസാല ചെയ്യുന്ന കാണിച്ചാൽ രാവിലെ ഞാൻ തേച്ച് പിടിപ്പിക്കട്ടെ ഗൈസ്. അയില കൊണ്ടുവന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഇവിടെ കുറവാ ബേബി. വലിയ വലിയ ഫിഷ് കൊണ്ടുവരണം. നല്ലത് കഴിച്ചോട്ടെ വിചാരിച്ചപ്പോഴത്തേക്കും അല്ല നിങ്ങൾ ചാള ഇലയൊക്കെ കൊണ്ടുതന്നെ. എനിക്കത് ഇഷ്ടമാണ്. ഈ അയിലക്കൊക്കെ എത്ര രൂപയാണ് ഇപ്പൊ? അല്ല, വില കൂടുതലുണ്ടല്ല. ഞാനെപ്പോഴും മറ്റേ വലിയ ടൈപ്പ് മീനല്ലേ കൊണ്ടുവന്നെ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇനി മുതൽ ഫുള്ള് ചാള അയിലയും കൊണ്ടുവരാം. ഇഷ്ടമാണ്. ഇത് കൊണ്ടത് ഇപ്പൊ ഞാൻ കുറ്റക്കാരനല്ലോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല മക്കളെ. ഇങ്ങനെ വെട്ടിടുമ്പോ നല്ല മസാല ഒക്കെ പിടിക്കും. അല്ലെങ്കിൽ ഫിഷ് സോറി ഇത് കൊറേ ആയില്ലേ ഇട്ടിട്ട് പെട്ടെന്ന് പറഞ്ഞ മുട്ടയില്ലായിരുന്നല്ലേ? ഫിഷിന്റെ മുട്ട ബേബി നമ്മൾ മാംഗ്ലൂരിൽ കഴിച്ച് പപ്പ കഴിച്ചിട്ട് അടിപൊളിയാണ്. മാംഗ്ലൂർ ഒരു ഷോപ്പിൽ പോയിട്ട് ഉച്ചക്ക് ഈ ഫിഷിന്റെ എഗ് റോസ്റ്റ് അല്ലെ, എന്ത് ടേസ്റ്റ് ആണ്. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മീൻമുട്ടയുടെ റോസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഈ എറണാകുളത്തുള്ളത്. വല്ല മലപ്പുറത്ത് കോഴിക്കോടൊന്നും പറയരുത്, അവിടെ പോയി തിന്നാൻ പറ്റൂല. അതുകൊണ്ടാണ് റീസെന്റ് 2 ദിവസം മുമ്പ് ജസ്റ്റ് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ
ബോറടിച്ചു. അപ്പൊ ബേബി നമ്മളെ പുറത്തോണ്ടേ ജസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ ഒരു സ്ഥലത്ത് നമ്മൾ പോയായിരുന്നു. മരടിലാണോ പോയത്? അടിപൊളിയായിരുന്നു. അവിടുത്തെ കുറെ ഫുഡ് നമ്മൾ കഴിച്ചു. നെയ്ച്ചോറ്, ബീഫ്, പിന്നെ കുറെ വേറെ ക്യൂസൻസ് വേറെ അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. പാർസലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക്. ഈവൻ ദേ എൻജോയ്ഡ്. മസാല കാണുമ്പോ എങ്ങനെ പെർഫെക്റ്റ് പോലെ ഉണ്ടാ അല്ലെങ്കിൽ അടിപൊളി അങ്ങനെ പറഞ്ഞാലല്ലേ കിട്ടുള്ളൂ. സൂപ്പർ. കറി എന്തായാലും പൊളിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ ഇഷ്ടമായി കഴിച്ചു. എന്നാൽ ചോറ് ഒന്നൊന്നര കഴിക്കലായിരിക്കും. ഓക്കെ, കുറെ നേരമില്ലേ പിന്നല്ലാണ്ട് കുറേ ഒന്ന് നിർത്തോ അത് അവനെ കൂടെ പറ എന്താ കഴിഞ്ഞ എന്തൊക്കെ പറ. ഇത് നല്ല ഒന്നും കറുപ്പിച്ച് വന്നോട്ടെ, കുഴപ്പമില്ല. കറുപ്പിക്കാനോ? ഉദ്ദേശിച്ചുള്ള ബ്രൗൺ കളറാവൂലേ, അതായിക്കോട്ടെ പറഞ്ഞത്. ഓക്കെ, അത് കുറച്ച് മഞ്ഞപ്പൊടിയും കിട്ടും. മഞ്ഞപ്പൊടി പിന്നെ അടുത്ത പെട്ടെന്ന് ഒന്നുമില്ല, ഇനി ആ മോലെ വെച്ചാൽ മതി. എന്നെ കൂടെ ടെൻഷൻ അടി നമ്മുടെ ഒഴിക്കും അല്ലേ? യെസ്, വെറുതെ ഇത് ഞാൻ പറഞ്ഞില്ലേ മിക്സിയിൽ അടിക്കണമെന്നില്ല. എനിക്ക് ജസ്റ്റ് അങ്ങനെ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ, കൈ കൊണ്ടല്ല സ്പൂൺ കൊണ്ട് ഒടിച്ചതൊന്നും ഇടാം. റെഡി. മോരിക്കാച്ചത് പിന്നെ പഠിച്ചു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കുക. ടേസ്റ്റ് ഉപ്പുണ്ടോ നോക്കുക. അയ്യോ ഉപ്പിട്ടിട്ടില്ല. ഉപ്പുണ്ട്, കുറച്ചുകൂടി വേണം. പക്ഷെ വെളുത്തുള്ളി ഉപ്പ് കൂടി വേണം. ഈ വീട്ടിലെ ഏറ്റവും ഉപ്പ് കൂടുതൽ ആർക്കാ? ആർക്കാ? പറയൂ, യു ഗൈസ് പറയൂ. ഉപ്പിട്ടാ ഇളക്ക്. സോനോ, മഞ്ഞക്കളർ ബേബി ഇന്ന് നമ്മൾ ഉപ്പിടണം. കണ്ണുകൊണ്ടില്ലേ എല്ലാം ഉപ്പ് കൂടുതലാന്ന് പറയുന്നത്. ഒരു പരാതിയും പറയാണ്ട് തിന്നണ എന്നെ വേണം. ശരിയാണ്. നോമ്പിലെ കട്ടുപ്പായിരുന്നു. എന്നിട്ട് പറയുന്നത് ഇച്ചിരി ഉപ്പായിട്ടുണ്ട്. മതി. മതിയെ അത് ഉപ്പിടണ്ടേ? ഉപ്പ് കറക്ക് നോക്ക്. പുളിയായി. ഓക്കെ, അപ്പൊ സെറ്റ് എല്ലാം റെഡി. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോ കാണാം അല്ലേ? ഇനി പൊരിക്കുമ്പോ കാണാൻ വേണം. ചിരിക്കണം സൈക്കോയാ പ്രാന്തിയാണ്. അയ്യോ എന്ത് പണ്ടത് മഴ പെയ്യണം. അത് എന്റെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് അത് കൊള്ളാം. ഇവിടെ കൊണ്ടുവന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ തന്നെ ഒറ്റ ഏറ് എന്നെ അടുത്ത് തീർച്ചു. എന്റെ കണ്ണിയൊക്കെ അങ്ങനെ പൊട്ടിപ്പോയാറങ്ങി. എന്നിട്ട് അവളെ നിൽക്കണ നോക്ക്. ഇതെന്തില് അത് എന്നെ പിടിച്ച ക്യാമറ പിടിച്ച അടുത്ത് തീർത്തിയാണ്. ഒരു മര്യാദ കഴിയുന്നുണ്ട്. മുളക് ഇടണം കേട്ടോ, പച്ചമുളക്. നല്ല ഒരു ഫ്ലേവർ കിട്ടും ഫ്രൈക്ക്. എല്ലാരും ഇന്ന പിന്നെ മീൻ പൊരിക്കാൻ ആർക്കും അറിയാൻ പറ്റുന്നത്. ഇവിടെ സൈക് ഒരേ മീൻ പൊരിക്കും. പിന്നെ നിന്റെ മീൻ പൊരിക്കും. അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ല തമ്മിൽ വെച്ചാൽ അടിപൊളിയാവും. തുറക്കുമ്പോ തന്നെ നല്ല മണം പറ്റുന്നുണ്ട്. പൊള്ളി. എല്ലാം ഫ്രൈ ആക്കണ്ടല്ലോ, നമുക്ക് ഇത്ര മതിയില്ലേ? പിള്ളേർ വരുമ്പോൾ ചെയ്ത് കൊടുക്കാം. നടുക്ക് വെച്ചോ, ഗ്യാപ്പ് ഓർമ്മ. യെസ് ഗൈസ്, അങ്ങനെ മഷുവിന്റെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ റെഡി. നല്ല കിടിലൻ മീൻ കറിയും ചോറും സോനുവിന്റെ മോര് കാച്ചിയും. ശരിയാ പൊളിക്കണ്ടേ? മരുന്നോ നിന്റെ കാല് വയറും. ഈച്ച പിന്നെ എപ്പോഴും ഇവിടെ ഒരു ഗസ്റ്റ് ആയത് കൊണ്ടിട്ട് നമുക്കിപ്പോ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് നാളെ ഈച്ച തോരൻ വെക്കാതെ ഞാൻ ഓണായിക്ക് ഒരെണ്ണം പിടിച്ചോട്ടെ. ശരി, ഒരു പാത്രം കൊണ്ടുതന്നെ കിച്ചണിട്ടൊക്കെ. ഷിനാജ് ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടല്ലേ? ലൈക്ക് മീ, നാടൻ. എനിക്കും ചൂട്
മോരുകറിയുടെ ആളൊന്നും അല്ല ബേബി, എന്നാലും പൈസ വേണ്ട. ഞാൻ പറഞ്ഞത് എനിക്ക് കൂടുതലും നല്ല പീസ് കഴിക്കും, അത് വേറെ വിഷയം. ഫ്രൈ ആണ് ഇഷ്ടം എന്നല്ലേ? നല്ലൊരു പീസ് കിട്ടും. അതന്നെ. ഓ അങ്ങനെ ഇളക്കും മൊത്തം പൊട്ടിച്ച് അല്ല ഞാൻ ആ നടുക്കുവാകം കിട്ടോ നോക്കിയതാ, കാണാനില്ല. വേണ്ട, തലേന്നിരിക്കട്ടെ. തല വേണ്ട. അതല്ലേ ഞാൻ നോക്കണത്. പാലുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്. വെട്ടി മീനൊക്കെ ഭയങ്കര ഒത്തൊരുമയായി കിടക്കുന്നു. പെട്ടെന്ന് കഴിച്ചോട്ടെ, എനിക്കിവിടെ കൊതു വന്നിട്ട് വയ്യ, ഞാൻ കഴിക്കട്ടെ. അച്ചാറ് വേണം, അച്ചാറ്. ഇതാണ് കാണാണ്ടത്. നല്ല മോര് കാച്ചതും നല്ല അടിപൊളി ഫിഷ് കറിയും കഴിക്കാം, എന്നിട്ട് പറയാം. നല്ല ചൂടറി വായൊക്കെ ഉണ്ട്. എന്നാ ഞാൻ ചുണ്ട് പൊള്ളിച്ച് വെച്ചേക്കും. അടിപൊളി ഫ്രൈ സൂപ്പർ ആയിട്ടുണ്ട്. ഫ്രൈ എൻ്റെ ഇവിടെ കൈയൊക്കെ പൊള്ളിക്കും. ഇപ്പൊ ചട്ടി ഇറക്കേ ഉള്ളൂ. സോണ അച്ചാറുമായി വന്നുണ്ട്. സോണ നമുക്കൊരു പൊളി പൊളിക്കണ്ടേ? വെള്ളം പോലെ ഞങ്ങളെ പണി ഉണ്ടാക്കുമോ? പെട്ടെന്ന് കൈക്ക് 2 രൂപ കിട്ടും. ഫ്രൈ കൊടുക്ക് സോണ. അടിപൊളി നല്ല നാടൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. മോഡേണാ നല്ല നാടൻ മോഡേൺ ഫുഡ്. മുളകറിയും ആലപ്പുഴ ആൾക്കാർ എന്നെ ഇട്ട് മുളകറിയും ഇതാണോ ആലപ്പുഴ? കമോൺ സോൺ, ലെറ്റ്സ് ഹാവ്. അടിപൊളി സൂപ്പർ. ഗുഡ് ഗുഡ്. ഫിഷ് ഫ്രൈ രക്ഷയില്ല. എനിക്ക് എപ്പോഴും പൊക്കാൻ മേലെ വയ്യ. മഷൂറിന്റെ ഫിഷ് ഫ്രൈ ഇഷ്ടം. ബേബി എപ്പോഴും വരും. ഡീപ് ഫ്രൈ ഈ ഒരു ടച്ചിൽ ചെയ്യുമ്പോ കിട്ടില്ല. നോർമല് ഇത് എണ്ണയിൽ മുക്കിയിട്ട് പൊരിച്ച്, അതായത് ബേബിക്ക് ഡീപ് ഫ്രൈ ഇഷ്ടമല്ല, ഇങ്ങനെ തവ ഫ്രൈ. തവ ടൈപ്പ് ഇഷ്ടം. അതും നീ ഇങ്ങനെ സ്പെഷ്യൽ ഇങ്ങനെ തക്കാളിയും മുളകൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു ഫ്ലേവർ കിട്ടും നമുക്കതിന്. ഭയങ്കര ടേസ്റ്റാണ്. ഇന്നത്തേക്ക് മതി, എനിക്ക് വയ്യ, നാളെ മതി. മസ്റ്റായിട്ട് ഇങ്ങനെ അത് ഞാൻ ഇന്ന് കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് ട്രൈ ചെയ്യാം. പൊളിയാണ്. പിന്നെ സോനുവിന്റെ ഇത് മോരുകറി. അതും ശരിക്കും പറഞ്ഞാൽ അതും മീൻകറിയായിട്ടൊക്കെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരേ വൈബല്ല സോറു. നിനക്ക് പണി ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത്. ഉണ്ടാക്കിയാൽ നമ്മ കഴിക്കും, അത് വേറെ വിഷയം. വാ നമുക്ക് കഴിക്കാം. അല്ല സോന കറി ഉണ്ടാക്കിയ നന്നായി അല്ലേ? ഒരു കോമ്പിനേഷൻ പോലെയാ. എങ്ങനെയെങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിക്കാൻ നിൽക്കും. ഫുൾ സ്റ്റോപ്പ് ഇടാം. ഓക്കെ ഗായ്സ്, ഇത് ആംഗിളിനൊരു പ്രശ്നം. ഓക്കെ, ഇങ്ങനെ മതി. ഇങ്ങനെ വാവ്, ഇതൊക്കെ എനിക്കിലേ കൊതി വന്നിട്ട് ആ ചോറിച്ചിരി തരും ഇങ്ങോട്ട്. നിർത്തിയാണോ നിങ്ങൾ വെറുതെ പൊക്കി പറഞ്ഞെന്ന് തോന്നുന്നു? നിർത്തിയല്ല, എനിക്ക് വേണ്ട, ഞാൻ ഇപ്പൊ കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ, ഇരുന്ന് കഴിക്കാൻ നോക്കണി. അതന്നെ ഓറാക്കണ്ട. 3 മണിയായ. ഓ മൈ ഗോഡ്. പക്ഷെ ഞാൻ ഇപ്പഴല്ല കഴിച്ചത് ഫുഡ്. ഇപ്പോഴൊന്നുമല്ല, നേരത്തെ. ഒരു 2 മണിക്ക് മുമ്പ്. നമ്മളിവിടെ 1 മണി എന്നുള്ളൊരു വൈബിൽ നിന്ന് കഴിക്കുന്നത്. എല്ലാം ഞാൻ വരെ നേരത്തെ ഷൂട്ട് ചെയ്തപ്പോഴേ ഞാൻ ആ ടൈം കാണിക്കാട്ടൊക്കെ ഷൂട്ട് ചെയ്തത്. ഇവിടെ വന്നിട്ട് 3 മണിയായി വലിയ കാര്യത്തിൽ വ്ലോഗ് ചെയ്ത് മടുപ്പാട്. കുഴപ്പമില്ല, പോട്ടെ. ഇതാ ഞാൻ പറയുന്നത്. കഴിക്ക്. ഇതെന്താ അച്ചാറാ? അത് ഡേറ്റ്സ് സ്വീറ്റ് ഇതിന്റെ കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഡേറ്റ്സും നാരങ്ങ കഴിക്കട്ടെ. ആ ചോറ് മാത്രം ചോറ് മാത്രം. സ്കൂളിൽ പോണ പോലെ ചോറും മാത്രം. ഫിഷ് ഒരു രക്ഷയില്ല. കുടുങ്ങിയ തൊണ്ടേ കുടുങ്ങി. ഓവർ എക്സ്പ്രഷൻ ഇട്ടതാണ് നിങ്ങൾ പോലെ. വേണ്ടെന്ന് പറഞ്ഞ ആള് ചോറെടുക്കാൻ പോണു ഗൈസ്. അടിപൊളി. മീനൊക്കെ ആർക്കാണ് അപ്പോ? ഞാനല്ല പറഞ്ഞ മീൻ അധികം ഇടണ്ട, എനിക്ക് ഫ്രൈ ചെയ്ത് തന്നാൽ മതി. ഫ്രൈ ആണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഫ്രൈ ഉണ്ട്, അതും കഴിക്കുക. ലെറ്റ് us enjoy. ചോറ് വേണ്ടെന്ന് പറഞ്ഞ ആള് ചോറെടുക്കാൻ പോയിട്ടുണ്ട്. വന്നു ഗൈസ്. പാവ വിശപ്പില്ലാത്തോണ്ട് ഇത്തിരി ചോറ് ഇട്ടിട്ടുള്ളൂ. അല്ല കഴിക്കുമ്പോ എന്തായാലും അതിന്റെ ചാറ് എണ്ണ മോളെ
ഉണ്ട് മോളെ. ഫിഷ് ഇറക്കാം മോളെ, കഴിക്ക് ഫിഷ്. ഞാൻ കഴിക്കും. ഇനി ചാറിലത്തെ ഫിഷൊക്കെ എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ വി ഗോണ എൻജോയ് അവർ ലഞ്ച്. യു ഗൈസ് സ്റ്റേ ട്യൂൺ. ഇനി ഇങ്ങനത്തെ അടിപൊളി മീൻ കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ വീണ്ടും വരും. പ്രത്യേകിച്ച് ഒന്നുമില്ല. വി ഗോണ സിറ്റ് എൻജോയ്. ഇപ്പോൾ പിള്ളേരൊക്കെ വരും, അത് തന്നെ എബു ആ ടൈമിൽ എണീക്കും, അവൻ്റെ ഫുഡൊക്കെ കൊടുക്കണം. സോ ഓൺ. സോ യു ഗൈസ് സ്റ്റേ ട്യൂൺ. വിൽ സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇതെന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്യും. ഓക്കെ, ബൈ ഗായ്സ്. എന്നിട്ട് പറയട്ടെ, പറ മുള്ളു കൊടുക്കുന്ന ബൈ.